കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തൊക്കെയോ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കേട്ട വാർത്ത, സിസ്റ്റർ അനുപമ മഠം വിട്ടൊഴിഞ്ഞു പോയി. ഇന്നിപ്പോൾ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിപ്പോൾ സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ ജോസഫൈൻ, രണ്ട് സിസ്റ്റർമാർ കൂടി മഠം വിട്ടൊഴിഞ്ഞു പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് എന്ന് തന്നെ പറയാം, കഴിഞ്ഞൊരു 10-25 വർഷങ്ങളായിട്ട്, അതിന് മേലെ ആയിട്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒരിക്കലും സന്തോഷപ്രദമല്ല ആർക്കും. മഠത്തിനകത്ത് ആത്മഹത്യകൾ, മഠത്തിനകത്ത് ബലാത്കാരങ്ങൾ, മഠത്തിനകത്ത് അസാൻമാർഗികമായിട്ടുള്ള വൃത്തികൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാർത്തകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ആ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷതരമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും അഭയ കൊലക്കേസ് നടന്നതിന് ശേഷം. എൻ്റെക്ക് കുട്ടിക്കാലത്ത് ഇതുപോലെ തന്നെ ഒരു കേസുണ്ടായി, മറിയക്കുട്ടി കൊലക്കേസ്. അത് മാടത്തരുവി, മൈനത്തരുവി പറഞ്ഞിട്ട് 2 സിനിമ തന്നെ വന്നിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ആ കാലഘട്ടത്തിലൊരു ചർച്ചയായി മാറിയെന്നല്ലാതെ അതിൻ്റെ ഉള്ളുകള്ളികളിലേക്കൊന്നും ആളുകൾ കടന്നു ചെന്നിരുന്നില്ല. ഇന്നത്തെ പോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ, ഓപ്പൺ മീഡിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അന്നും അതിനകത്ത് പ്രതിയായിട്ട് നിന്നിരുന്നത് ഒരു ഫാദറാണ്, ഫാദർ ബെനഡിക്റ്റ്, അതൊരു ഫാദറാണ്. പക്ഷെ അയാളെങ്കിലും അതിന് മോചിതനായി. വലിയ വലിയ വക്കീൽമാർ വന്നിട്ടൊക്കെയാണ് ഇതിന് മോചിതനായത്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് വഴിക്ക് കടന്നു പോകുമ്പോൾ ആ സ്ഥലത്ത് എത്തിയ സമയത്ത് എനിക്കൊരു ഒരു കൗതുകം തോന്നിയിട്ട് അവിടെ ഇറങ്ങി ഒരു ചായക്കടയിൽ. അപ്പോൾ അവിടെയുള്ള ആളുകളോട്, അവിടെയുള്ള എൻ്റെ വേഷവിധാനം കണ്ട സമയത്ത് അവരേക്കും വന്നു, സ്വാമി എവിടെയാണ്, എന്താണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ചോദിച്ച സമയത്ത് അവരെല്ലാവരും പറഞ്ഞു, അതൊക്കെ അവന്മാർ തന്നെ പള്ളിക്കാരനെ നേരെ, അഥവാ ആ കേസിൽ പ്രതിയായിട്ടുള്ള ആൾ തന്നെ എന്നാണ് അവർ പറഞ്ഞത്. ആണോ അല്ലയോ നമ്മളതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ അന്ന് മുതൽ തുടങ്ങിയതാണ് സുഖകരമല്ലാത്ത കുറേ കാര്യങ്ങളിങ്ങനെ, നമ്മൾ പറയില്ലേ, ദുർഗന്ധം വമിക്കുക എന്ന് പറയില്ലേ, കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരിക്കൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഓഫീസിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ കാണാൻ അവിടെ പോയി, എൻ്റെ ബന്ധുവാണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഇരിക്കുന്നൊരു സ്ത്രീ, അവരുടെ ശരീരത്തിൻ്റെ ഭാഗം മുഴുവൻ പൊള്ളിയിരിക്കുകയാണ്. പക്ഷെ അവർ കന്യാസ്ത്രീ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അവരവിടെ ഇതെല്ലാം എന്തൊക്കെയോ കടലാസുകൾ വാങ്ങിച്ച് പോയപ്പോൾ ഈ എൻ്റെ ബന്ധു അവിടെ ജോലി ചെയ്യുന്ന അവരെന്നോട് പറഞ്ഞത്, കന്യാസ്ത്രീയാണ്, മഠത്തിനകത്ത് വെച്ച് അവരുടെ മേലേക്ക് തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കേസ്. അങ്ങനെ അവർ മഠം വിട്ടു. പക്ഷേ അവർ ഈ വസ്ത്രം മൂരാൻ തയ്യാറായില്ല. ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവരവരുടെ കുടുംബത്തിൽ കഴിയുന്നത്. ഇങ്ങനെ തുടങ്ങുകയാണ്. പിന്നീട് നമ്മളുടെ മഹാനായ ഫ്രാങ്കോ പിതാവ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കാര്യങ്ങൾ കൊട്ടൂരാൻ. അതുപോലെ തന്നെ പൂതൃക്ക, റോബിൻ, ഇവരൊക്കെ ബിഷപ്പ്മാരും പള്ളിയച്ചന്മാരും വലിയ വലിയ മേട്ടകളാണ് ഇവരൊക്കെ. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിഹിത വേഴ്ചകളുടെ കഥകളിങ്ങനെ പിന്നാലെ കൃത്യമായിട്ട് ഇടവേളകളിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പിന്നെ പള്ളിക്കാർ തമ്മിലുള്ള അടിയും തല്ലും, അത് വേറെ വിഷയമാണ്, അതും നടക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ളൊരു ബോധമുണ്ട്. കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് തൻ്റെ മക്കളെ പറഞ്ഞയക്കാൻ അവരിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. 100% ഞാൻ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ
അനുമതി കൊടുക്കാൻ ബാധ്യതയുള്ളതുകൊണ്ട് അനുമതി കൊടുക്കുന്നത്. പണ്ടങ്ങനെയല്ല. വീട്ടിലൊരു കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് അന്തസ്സിൻ്റെ ചിഹ്നമാണത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് സാരം. ഇന്നലെ നമ്മൾ കേട്ടതാണ് സിസ്റ്റർ അനുപമ. വളരെ പ്രശസ്തയാണ് അവർ. ഈ ഫ്രാങ്കോ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ അനാശാസ്യ വൃത്തികൾ പുറത്തേക്ക് കൊണ്ടുവരികയും അയാളെ ശിക്ഷിപ്പിക്കുകയും പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും കുറച്ച് ജയിലിലിടുകയും ചെയ്തതാണ്. അയാൾ കേസിൽ നിന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയി. അതിന് മുൻപന്തിയിൽ നിന്നിരുന്ന് സമൂഹത്തോട് പ്രതികരിച്ചിരുന്ന ആ മുഖം സിസ്റ്റർ അനുപമയുടേതാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ മുഖം നമ്മൾ റോഡിൽ എവിടെ വെച്ച് കണ്ടാലും അവരെ കണ്ടാൽ തിരിച്ചറിയും. ആ രീതിയിലൊരു സെലിബ്രിറ്റി പരിവേഷം അവർക്ക് കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം മഠത്തിനകത്ത് അവർക്ക് ഒരു സുഖശീതളിമത്വം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ പുറത്ത് ചാടിക്കാൻ വേണ്ടി അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വലിയ സമ്മർദ്ദത്തിലാക്കി അവസാനം അവരവിടുന്ന് പുറത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇതൊരു തുടക്കമാണ്, ഒരു വെടിക്കെട്ടിൻ്റെ തുടക്കമാണ്. ഒരു പടക്കത്തുമ്പോൾ തീ കൊളുത്തുന്നു, അവസാനം കമ്പം വരെ പൊട്ടും. ഇനിയിപ്പോൾ ഇതൊരു ഒഴുക്കായിട്ട് മാറും. ഇപ്പോൾ യൂറോപ്പിലേക്കും കാണാൻ പറ്റും, അമേരിക്കയിലോ യൂറോപ്പിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും നമുക്ക് കാണാൻ പറ്റും. അവിടെയുള്ള സ്ത്രീകളാരും നൺ സിസ്റ്റേഴ്സ് ആവാൻ തയ്യാറില്ല. അവരാരും കന്യാസ്ത്രീകളാവാൻ അവർ തയ്യാറില്ല. അതുകൊണ്ട് ഇവിടുന്ന് കയറ്റുമതിയാണ്. ഫിലിപ്പൈൻസിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ നിന്നും കയറ്റുമതിയാണല്ലോ. അതേ ഒരു പ്രവണത ഞങ്ങൾ എന്തിനാണ് അവർ ചിന്തിക്കുകയാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഞങ്ങൾ ഈ ഇരുമ്പ് ചട്ടയും അതിനകത്ത് കിടന്ന് പുഴുകുകയാണ് അവർ. പള്ളിക്കാർ കൊടുക്കുന്ന ആ ഒരു ഗൂഢസംഘം കൊടുക്കുന്ന ആ ഇരുമ്പ് ചട്ടയ്ക്കകത്ത് കിടന്ന് ഉരുകുകയാണ് അവർ. എന്നാലും കുഴപ്പമില്ല. ആർക്ക് വേണ്ടി? അതിന് ഉത്തരം കിട്ടിയാൽ കുഴപ്പമില്ല. എന്തിനു വേണ്ടി? അതിന് ഉത്തരം കിട്ടിയാൽ അവരെല്ലാ ത്യാഗവും സഹനത്തിനും അവർ തയ്യാറാണ്. പക്ഷേ ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടുന്നില്ല. ഇവിടെയുള്ള പൊതുജനങ്ങൾ, അന്മായന്മാർ അഥവാ ക്രിസ്ത്യാനികൾ, അവരോട് ചോദിക്കുകയാണ് കന്യാസികളുടെ കാര്യം. അവരുടെ പാടായി, നമുക്ക് എന്ത് പോയി? അവർക്കിപ്പോൾ കന്യാസികൾ എന്ന് പറഞ്ഞാൽ വേറെ ലോകത്തിൽ എന്തിനു വേണ്ടി ആർക്കോ വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഞങ്ങൾക്ക് അതിന് യാതൊരു പങ്കുമില്ല. ഇതിപ്പോൾ അനുപമ സിസ്റ്റർ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരിത്രേ പറഞ്ഞുള്ളൂ, എൻ്റെ മേധാവികൾ എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അതെൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടുകാർ എന്നെ തരം താത്തി പഴകുകയാണ്, അവജ്ഞയോടുകൂടി നോക്കിക്കാണുകയാണ്. അതിനാണ് അവർക്ക് സങ്കടം വന്നത്. അവർ പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്നാണ് അവർ പൊട്ടിക്കരയുന്നത്. ഇത്രമാത്രം ആത്മസംയമനം നേടിയിട്ടുള്ള ആ സിസ്റ്റർ പൊട്ടിക്കരയാണ് ചെയ്തത്. എന്തായാലും അവരൊരു കാര്യം മനസ്സിലാക്കി, ഇതിനകത്ത് തന്നെ ഈ ചെളിക്കുണ്ട് എന്നെ വീട് അങ്ങോട്ട് ഉരുണ്ട് ഇങ്ങോട്ട് ഉരുണ്ട് അതിൽ ജന്മം കളയാതെ എങ്ങനെയില്ല അവിടെ നിന്ന് രക്ഷപ്പെടുക. അങ്ങനെ അവർ രക്ഷപ്പെട്ടത് ഇന്നൊന്നുമില്ല കേട്ടോ. മാസം 2-2.5 മാർച്ച് മാസത്തിലോ മറ്റോ അവിടുന്ന് പോയതാണ്. ഇപ്പോൾ ഒരു വീടിനകത്തൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഗൂഢസംഘത്തിനകത്തുള്ള ഈ പറയുന്ന മറ്റേ ഇരുമ്പ് ചട്ട എന്ന് തന്നെ പറയണം, ഉരുക്ക് ചട്ട എന്ന് പറയണം. അതിനകത്ത് കിടന്ന് ഉരുകുന്നത് എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി എന്ന് ചോദിക്കാൻ അനുപമയ്ക്ക് ശേഷവും പലരും തയ്യാറായതായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പും സിസ്റ്റർ ജസ്മിയെ പോലുള്ള ആളുകളൊക്കെ പുറത്തു വന്നതും അതിനകത്തുള്ള കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതുമാണ്. എങ്കിൽ പോലും ഇവിടെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എടുത്ത് ചാടാനൊരു മടി, ഒരു ഭയം. സമൂഹം എങ്ങനെ പ്രതികരിക്കും? താൻ ഇപ്പോൾ ഇതുവരെ നിന്നിരുന്ന പള്ളിക്കാരെയും പട്ടക്കാരെയും അടക്കമുള്ള കന്യാസ്ത്രീ മഠത്തിനകത്തുള്ള അവരെങ്ങനെ പ്രതികരിക്കും? ആ മൊണാസ്ട്രി എങ്ങനെ പ്രതികരിക്കും? ആ ഒരു ഭയം കൊണ്ട് പലരും കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒഴുക്കാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ അനുപമ അവരുടെ പേരാണ് പുറത്തു വന്നത് എങ്കിൽ ഇന്നിപ്പോൾ 2 പേര് കൂടി പുറത്തു വന്നിട്ടുണ്ട്. സിസ്റ്റർ നീന റോസ് ഈ പ്രശ്നത്തിൽ അവരുണ്ടായിരുന്നതാണ്. ഈ ഫ്രാങ്കോൻ്റെ പ്രശ്നത്തിൽ അവരുണ്ടായിരുന്നതാണ്. സിസ്റ്റർ ജോസഫൈൻ അവരും ഈ ഉരുക്കച്ചട്ട വലിച്ചെറിഞ്ഞു. ഇനി അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളൊരു പട്ടിയുടെയും ഒരു പൂച്ചയുടെയും ഞങ്ങളൊരു ചെകുത്താൻ്റെയും മണവാട്ടിമാരല്ല. ഞങ്ങൾ ഈ ലോകത്തിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇതിൽ അനുപമ അവരിപ്പോൾ പള്ളിപ്പുറത്ത്, അവർ ആലപ്പുഴക്കാരിയാണ്, ആലപ്പുഴ പള്ളിപ്പുറത്തുകാരിയാണ്. അവിടെ പള്ളിപ്പുറത്തുള്ള ഇൻഫോ പാർക്കിലെ IT സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. നല്ല പഠിപ്പുള്ള പെൺകുട്ടിയാണ്.
അവർ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യണം, മാസം ശമ്പളം കിട്ടും, വീടിനോട് ചേർന്ന് വീടിനോടൊപ്പം ഇരുന്ന് കഴിയാം, വീട്ടുകാർക്കൊരു ബാധ്യതയാവില്ല, അവർക്കും സന്തോഷം. പിന്നെ നാട്ടുകാർ എത്ര കാലം, നാട്ടുകാരിവിടെ ക്രിസ്ത്യാനികൾ മാത്രമൊന്നും അല്ലല്ലോ. അപ്പോൾ ഏതായാലും അവരുടെ വിശ്വാസത്തിൽ അതിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് അവരുടെ ബൈബിള് അവരായിട്ട് അനുസന്ധാനം ചെയ്ത് അവർക്ക് സ്വയം സന്തോഷം അവരായിട്ട് കയറ്റി വെച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതായാലും നമ്മളെ കാളക്കൂറ്റൻ ഫ്രാങ്കോ മുതലാളിയുടെ സ്വന്തം കമ്പനിയായിട്ടുള്ള പഞ്ചാബിലെ ജലന്ധർ രൂപത, അതിന് സ്വന്തം കമ്പനി എന്നേ പറയാൻ പറ്റുള്ളൂ, ആ ജലന്ധർ രൂപതയുടെ ഫ്രാഞ്ചൈസി ബ്രാഞ്ച്, അതാണ് കോട്ടയം കുറുവിലങ്ങാട്ട് സന്യാസി മഠം. അതിൽ നിന്നാണ് അനുപമ സിസ്റ്റർ പുറത്തു വന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പുറത്തു വരുന്ന പോലെയല്ല, ഇതൊരു ഗൂഢസംഘമാണിത്. ഇപ്പോഴും അനുപമ സിസ്റ്റർ അവിടെ നിന്ന് പുറത്തു വന്നിട്ട് 2-2.5 മാസമായിട്ടുള്ളൂ. എപ്പോഴാണ് പുറകിൽ കൂടെ മഴു കോടാലിയൊക്കെയാണല്ലോ ഒരു ആയുധങ്ങൾ, ഒന്നും പറയാൻ പറ്റില്ല. ഞാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ പേരിൽ കേസെടുക്കാൻ, അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെയാണല്ലോ അവിടെ കാണുന്നത്. കാരണം അനുപമ സിസ്റ്റർക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ആയതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സംശയത്തോടു കൂടിയിട്ട് ഒരു കടുത്ത ശത്രുവിൻ്റെ സ്ഥാനത്താണ് ഈ പള്ളിക്കാരും പട്ടക്കാരും കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാതിരിക്കട്ടെ. ഏതായാലും ഇക്കാര്യം ഈ 2.5 മാസം മുമ്പ് 3 മാസം മുമ്പ് ചാനലും അനുപമ സിസ്റ്റർ, ഒരു കാലഘട്ടത്തിൽ അനുപമ സിസ്റ്റർ മാത്രമായിരുന്നു ടി വിയിലുണ്ടായിരുന്നത് ഈ ഫ്രാങ്കോവിൻ്റെ പ്രശ്നവും നിരാഹാര സമരമൊക്കെയുള്ള സമയത്ത്. പക്ഷെ ഇക്കാര്യം കേരളത്തിൻ്റെ ഒരു ചാനലുകാരും അറിഞ്ഞിരുന്നില്ല കേട്ടോ. 2.5 മാസമായിട്ടുള്ള സംഭവമാണ്, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇനിയോട്ട് അറിയാനും പോകുന്നില്ല. അതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഒക്കെ പെയ്ഡാണല്ലോ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. 3 പേരാണ് ഫ്രാങ്കോ പ്രശ്നത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി 3 പേരും കൂടിയുണ്ട് നോട്ടപ്പുള്ളികളായിട്ട്. ഈ കന്യാസ്ത്രീ മഠങ്ങളും അവരുടെ മേലധികാരികളുടെയും നോട്ടപ്പുള്ളികളായിട്ട് 6 പേരാണ് മൊത്തത്തിലുള്ളത്. 3 പേര് പുറത്തു വന്നു കഴിഞ്ഞു, 3 പേര് അവിടെ തന്നെ തുടരുന്നുണ്ട്. അവർക്കിപ്പോൾ യാതൊരു സ്ഥാനമാനങ്ങളുമില്ല. അവർ മഠത്തിൽ തയ്യൽ ജോലി നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണമല്ലോ, തയ്യൽ ജോലിയാണ് അവർക്കുള്ളത്. ഫ്രാങ്കോവിനെ കേസിൽ നിന്നും കോടതി 2-3 വർഷങ്ങൾക്ക് മുമ്പ് 2022 മറ്റോ അയാളെ മുക്തനാക്കിയിട്ടുണ്ട്. ഇവിടെ അയാൾ വിജയിച്ചു, അയാൾ പുറത്തു വന്നു, അയാൾ വിലസി നടക്കുന്നു പഴയ പോലെ. ഇവിടെ ആരാ തോറ്റത്? കർത്താവായ ജീസസ് ക്രൈസ്റ്റ് തോറ്റു. അതോടൊപ്പം കുറേ സത്യങ്ങളും കുഴിച്ചു മൂടി, സത്യങ്ങളും തോറ്റു. അന്ന് കർത്താവായിട്ടുള്ള യേശു മിശിഹ ആടിയത് മരക്കുരിശിലാണ്. ഇന്നിപ്പോൾ ആടുന്നത് കള്ളപ്പണക്കാരും കൊള്ളക്കാരും വ്യഭിചാരികളും ഫ്രാങ്കോമാരും പടുത്തുയർത്തിയിട്ടുള്ള സ്വർണ്ണ കുരിശുകളിന്മേലാണ്. പള്ളിക്കാരും പട്ടക്കാരും ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ എന്ന ഭാവത്തിൽ മൗനിയ ബാബമാരായിട്ടിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ. അവർക്ക് വേണ്ടത് അധികാരമാണ്, അവർക്ക് വേണ്ടത് പണമാണ്, അവർക്ക് വേണ്ട പണം മാത്രമാണ്. കന്യാസ്ത്രീ മഠങ്ങളിപ്പോൾ അതിനകത്ത് ചീഞ്ഞു നാറിയിരിക്കുന്ന പല കാര്യങ്ങളും, അതിൻ്റെ ദുർഗന്ധം ഇപ്പോൾ പുറത്തേക്കും വമിക്കാൻ തുടങ്ങിയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പൊട്ടിത്തെറികൾ അവിടെ നടക്കുന്നുണ്ട്, ചൂടും പുകയും വെളിച്ചമൊക്കെ അവിടെ കാണുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ പുതിയ കന്യാസ്ത്രീകൾ ഇല്ലാതാവുകയാണ്. ഭാരതത്തിൽ ഇതിൽ വേറൊരു കാര്യം, ഇതിനു മുമ്പ് തന്നെ ഭാരതത്തിലെ ദേവദാസി സമ്പ്രദായം, ദേവന്മാരുടെ ദാസിമാരായിരുന്നു അവർ. ഒരിക്കലും അവർ ദേവന്മാരുടെ ദാസിമാരായിരുന്നു. സമൂഹത്തിൽ ആ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ ഭാര്യ രാജ്ഞി, ആ രാജ്ഞിയുടെ ഒപ്പമായിരുന്നു അവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ വൈദികന്മാർ, അവിടുത്തെ കാര്യകർത്താക്കൾ, അവിടെയുള്ള തന്ത്രി എന്നൊക്കെയും പറയുന്ന ആളുകൾ അവരുടെ അടിച്ചുകളായിട്ട് മാറി. അടിച്ചു നൃത്തക്കാർ, ആട്ടക്കാരികൾ അങ്ങനെയായിട്ട് മാറി. അങ്ങനെയാണ് ദേവ അടിച്ചുകളായത്. എന്തായി, പിന്നെ അവസാനം ദേവടിച്ചുകളായിട്ട് മാറി. ഏറ്റവും ഒടുവിൽ എന്തായി, അവർ സാഹചര്യം അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ബിഷപ്പുമാരും കർദിനാൾമാരും ചെയ്യുന്ന പോലെ അവിടുത്തെ വൈദികന്മാർ ഏറ്റവും ഒടുവിൽ അവരെന്തായി, ദേവടിച്ചുകൾ തേവടിച്ചുകളായിട്ട് മാറി. അങ്ങനെ അവർ അധപ്പതിച്ചു, അഥവാ അവരെ ചുറ്റും നിൽക്കുന്ന സമൂഹം അവരെ അധപ്പതിപ്പിച്ചു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഏതായാലും ഇവിടെ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്.
ആ കന്യാസ്ത്രീ മഠം എന്ന ഗൂഢസംഘത്തിൽ നിന്ന് പലപ്പോഴായിട്ട് പുറത്തു വന്നവർ, അവർ തെര്യപ്പെടുത്തിയ വളിച്ചു പുളിച്ചു നാറിയ കഥകൾ ഇന്നിപ്പോൾ അരമന രഹസ്യമല്ല, തികച്ചും അങ്ങാടിപ്പാട്ടാണ്. ഇവിടെ ചോദ്യം ഇതാണ്: ഇനിയും അവിടെ തന്നെ നിൽക്കുന്നവരുടെ ഗതി എന്താണ്? അവരുടെ മനോഭാവം എന്താണ്? ആ ചെളിക്കുണ്ട് തന്നെയാണോ അവർക്കിഷ്ടം? അവിടെ കിടന്ന് ഉരുണ്ട് പെരളാനാണോ അവർക്കിഷ്ടം? ആ ദുർഗന്ധം അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞോ? അതാണ് ചോദ്യം. ഉത്തരം കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല, എന്തോ ആകട്ടെ. ഏതായാലും ഒന്നുറപ്പാണ്, കന്യാസ്ത്രീ മഠങ്ങളിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അവിടെ എന്തെല്ലാമോ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. നമസ്കാരം.